മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന വലിയൊരു ഹൊറർ ചിത്രം, ദെൻ മമ്മൂക്ക പോലെ ഒരു ആക്ടറുടെ കരിയറിലെ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുക്കുന്ന മെയിൻ സിനിമകളിൽ ഒരു ചിത്രം, കൂടാതെ ഭൂതകാലം പോലൊരു സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറുടെ അടുത്ത സിനിമ എന്നിങ്ങനെ എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട് ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക്. പക്ഷേ ആസ് ആൻ ഓഡിയൻസ് ഇതിൽ നിന്നും എല്ലാത്തിലും ഉപരി, ഇതെല്ലാം ഇല്ല എന്നല്ല, ഇതിനേക്കാൾ എല്ലാത്തിലും കൂടുതലായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മെയിൻ കാര്യങ്ങളിലൊന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന കോൺസെപ്റ്റാണ്. കാരണം അറൗണ്ട് ഒരു 10-40 വർഷമായി മലയാളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ ഒരു ഫുൾ ആൻഡ് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ട്. ഇത് ഇനി തെറ്റാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫ് ടൈമിൽ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ പോയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ടി വിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പഴയ സിനിമകളൊക്കെ തന്നെ. സോ ഇങ്ങനത്തെ ഒരു ഓഡിയൻസിന് ഇപ്പോൾ റീൽസും ഷോർട്സൊക്കെ കണ്ട് ഇങ്ങനെ ഫാസ്റ്റ് പേസിലുള്ള സാധനങ്ങളും കളേർഡ്, അതും ക്രോമ മറ്റേ അടിച്ച് കയറ്റിയ കളറൊക്കെ ഉള്ള സാധനങ്ങൾ, ഈ ഉള്ള സാധനം തന്നെ എഡിറ്റ് ചെയ്തിട്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് ശീലിക്കുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ്റെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ളൊരു സിനിമ, അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കുക എന്ന് പറയുന്നത് തന്നെ ആ ഒരു ടീമിൻ്റെ കോൺഫിഡൻസ് ലെവൽ അത് അംഗീകരിക്കുക തന്നെ വേണം. സോ എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ റിസൾട്ട് എന്താണെന്ന് അറിയാനല്ല, ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ എങ്ങനെ പോയാലും തിയേറ്ററിലേക്ക് വരും എന്നുള്ളത് തീർച്ചയാണ്. തിയേറ്ററിലേക്ക് പോകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ദ കോൺഫിഡൻസ് ലെവൽ ഓഫ് ദിസ് ക്രൂ ഈസ് വെരി ഹൈ. അത് എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, ഇതെങ്ങനെയാണ് ഇവർ കൺവിൻസ് ചെയ്യിപ്പിച്ചത്. ഇപ്പോൾ പ്രൊഡക്ഷൻ ടീമിനോടും ഇപ്പോൾ മമ്മൂക്ക പോലെ ഒരു ആക്ടറിനോടും ഇന്നത്തെ കാലത്തൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്നൊരു കളി വെറുതെ പറയാതെ എന്നൊരു തോട്ട് വരും. ആ ഒരു സംഭവത്തിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലൊന്നും ഉണ്ടാവാതിരിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. സോ ഒരു മിനിമം ഗ്യാരണ്ടി ഇപ്പോൾ തന്നെ ആ ഒരു സിനിമയ്ക്കുണ്ട്, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു കോൺസെപ്റ്റിന് വേണ്ടി. സോ ഈ സിനിമയുടെ റിവ്യൂ, ഇതിൻ്റെ റെസ്പോൺസോ, ഇതിനെ പറ്റിയുള്ള പ്രതികരണങ്ങൾ എന്തോ ആവട്ടെ, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഒരു കൂട്ടം ആൾക്കാർ തന്നെ ഈ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് വരും, ടിക്കറ്റ് എടുക്കും എന്നുള്ളത് തീർച്ചയാണ്. അപ്പാർട്ട് ഫ്രം ദി റിവ്യൂ, അപ്പാർട്ട് ഫ്രം ദി റിയാക്ഷൻ, അപ്പാർട്ട് ഫ്രം ദി റെസ്പോൺസ് എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ ഫസ്റ്റ് ഷോ തന്നെ കാണണമെന്ന് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനൊരു സിനിമ എൻ്റെ ലൈഫ് ടൈമിൽ ഞാനത് കണ്ടിട്ടില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സിനിമ ഫുള്ളായിട്ട് തിയേറ്ററിൽ. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ചില ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് സീക്വൻസുകൾ വരുമ്പോഴോ അങ്ങനെയൊക്കെ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ നിന്നും ഈ അടുത്ത കാലത്ത് നമ്മുടെ തുറമുഖം എന്ന ചിത്രത്തിൽ ഇതുപോലെ ഒരു ആദ്യത്തെ ഒരു 10-20 മിനിറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ, അത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് വർക്കൗട്ട് ആവില്ല എന്നായിരുന്നു. ആദ്യം തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് എന്താണെന്ന് തോന്നിയെങ്കിലും പിന്നീട് അതിൻ്റെ ഫ്ലോ പോകുമ്പോൾ അടിപൊളിയായിട്ട് തോന്നി. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാത്ത വെർഷൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് ആയിരുന്നു മോശമായിട്ട് തോന്നിയത്. സോ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പൺഹൈമർ സിനിമയിൽ ഇതുപോലെ കുറച്ച് ഫ്ലാഷ് ബാക്ക് സീക്വൻസുകൾ, അതേപോലെ ഹോളിവുഡിൽ ഒരുപാട് നമ്മൾ സിനിമകൾ കാണാറുണ്ട്. ഇന്ത്യൻ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ഗംഭീര എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നുള്ളത് തീർച്ചയാണ്. പോരാത്തതിന് ഈ ഹൊറർ സിനിമകളിൽ ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് ഉണ്ട്. ഈ ലൈറ്റിംഗ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഷാഡോസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഹൊററിൽ ഒരു അറ്റ്മോസ്ഫിയറിക് ഫീൽ നമുക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അറ്റ്മോസ്ഫിയറിക് ഹൊറർ ഉണ്ട്, അല്ലാത്തുള്ള സിനിമകളുണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഇന്ത്യൻ സിനിമകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഹൊററാണ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട്. അങ്ങനെയുള്ള സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതിന് ഒരുപാട് കടമകളുണ്ട്, അത് ഈ ഒരു കാര്യം ഒന്ന് കടന്നു കിട്ടാൻ. സോ അത് ഇവരെങ്ങനെ ചെയ്തിരിക്കുന്നത് കാണാനും ഒരു ആകാംക്ഷയുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മാർവലിൻ്റെ, അതെല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കാരണം അതൊരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള വലിയ സംഭവം എന്നല്ല, വെയർവുൾഫ് ബൈ നൈറ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. സീരീസ് അല്ല, അതൊരു മിനി ഫിലിം, മിനി TV എപ്പിസോഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു 40-45 മിനിറ്റ് വരുന്ന ഒരു സിനിമയല്ല, ഒരു സീരീസും അല്ല, സീരീസിൻ്റെ ഒരു എപ്പിസോഡ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിം പോലത്തെ ഒരു സാധനം മാർവലിൻ്റെ. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെർഷനുണ്ട്, കളേർഡ് വെർഷനുണ്ട്. കളേർഡ് വെർഷൻ ഈ അടുത്തൊക്കെയാണ് പുറത്തിറങ്ങിയത്, പക്ഷേ ആദ്യം ഇവർ റിലീസ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെർഷനാണ്. കിടില സാധനമാണ്, ഹൊററാണ്, അതൊരു R-rated സാധനമാണ്. ചോരയ്ക്ക് ഇങ്ങനെ തെറിക്കും, പക്ഷേ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്ക് കാണിച്ചു തരിക. ആൻഡ് അതിൻ്റെ ആ ഒരു ടോൺ, അതിൻ്റെ ആ ഒരു ഫീലൊക്കെ ഗംഭീരമായിരുന്നു. സോ ഹൊററിൽ അമ്മാരൊരു ഫീൽ നമുക്ക് കിട്ടുന്നു ആ സിനിമ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സാധനം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ ഒരു ഗംഭീര ഹൊറർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹൊറർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രേതോ സൂപ്പർ നാച്ചുറൽ സാധനങ്ങൾ മാത്രമല്ല, ഒരു മിസ്റ്ററി ഫീൽ നൽകിയാൽ തന്നെ അതിന് കിട്ടുന്ന ഒരു ടോൺ വേറെ ആയിരിക്കും. അപ്പോൾ ബ്രഹ്മയുഗത്തിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഈ സിനിമ ചിലപ്പോൾ ഇതിൻ്റെ പേസിങ്ങിലൊക്കെ ഒരുപാട് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ളതായിരിക്കില്ല. ചിലപ്പോൾ പേസിങ് കുറച്ച് സ്ലോ ആയിരിക്കും, ചിലപ്പോൾ ഫാസ്റ്റ് പേസിലുള്ളതായിരിക്കും. ഇതിൻ്റെ നറേഷനോ ബാക്കി കാര്യങ്ങളോ ഒന്നിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ വരണമെന്ന് എനിക്ക് ആസ് ആൻ ഓഡിയൻസ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഈ ഫോക്ലോർ പോലെയുള്ള നമ്മുടെ നാടൻ കുറേ സാധനങ്ങളുണ്ട്, അത്തരത്തിലുള്ള നല്ല കുറേ കഥകളും കോൺസെപ്റ്റുകളൊക്കെ എടുത്തിട്ട് സിനിമകൾ ചെയ്യുന്നില്ല എന്ന് ഞാൻ പല സ്ഥലത്തും പല സമയത്തും പല വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കുറേ ആയിട്ട് പറയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാന്താര, ഇപ്പോൾ അല്ലെങ്കിൽ കുമാരി,
അനന്തഭദ്രം പോലെയുള്ള സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ അങ്ങനത്തെ സിനിമകളൊക്കെ നമ്മുടെ സ്വന്തം എന്ന് പറയാം, നമുക്ക് തന്നെ എന്ന് പറയാൻ പറ്റുന്ന കുറേ സാധനങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കുറേ കഥകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിരിപ്പുണ്ട്, അതിനൊക്കെ എടുത്ത് സിനിമ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ രീതിയിൽ പുറത്തിറങ്ങുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ആസ് ആൻ ഓഡിയൻസ് ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ആൻഡ് അതിന് ടീസറും ട്രെയിലറും ഫസ്റ്റ് ലുക്ക് മുതലുള്ള ബാക്കി എല്ലാ സാധനങ്ങളും കിടിലായിരുന്നു. നമുക്ക് പോലെ ഒരു ആക്ടറിനെ പ്ലേസ് ചെയ്തത് കൂടാതെ ഇതിൽ ചെയ്യുന്ന കുറേ പ്രൊമോഷൻ വർക്കുകളൊക്കെ തന്നെ മൈൻഡ് ബ്ലോയിങ് എന്ന് പറയാം. കാരണം ഇവർ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ലുക്കല്ല, അതിന് മുമ്പുള്ള ഒരു പോസ്റ്റർ മുതൽ ഇപ്പോൾ റീസെൻ്റായിട്ട് പുറത്തിറങ്ങുന്ന ആ ഒരു കൗണ്ട് ഡൗൺ സാധനങ്ങൾ വരെ ഇറ്റ്സ് ക്രിയേറ്റിവിറ്റി അറ്റ് ദ പീക്ക് എന്ന് പറയേണ്ടി വരും. കാരണം ഏത് ഒരു 8 കാലി പോലെ വെച്ചിട്ട് കൗണ്ട് ഡൗൺ 7, ദെൻ ആ ഒരു വിളക്കിനെ തിരി കൊളുത്തിയിട്ട് അതിൻ്റെ പുക വെച്ച് 6 എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് ആ സിനിമയുടെ ടോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കിടിലായിട്ട് അതിൻ്റെ ക്രിയേറ്റീവ് ടീം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമോഷണൽ ടീം ചെയ്യണമുണ്ട്. സോ 1-2 പേർക്കല്ല, ആ ടീമിലുള്ള എല്ലാവർക്കും തന്നെ അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മുഴുവനായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ രീതിക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ. സോ അതുകൊണ്ട് തന്നെ ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ഇപ്പോൾ അപ്പാർട്ട് ഫ്രം എവറിത്തിങ്, ഇതിപ്പോൾ പടം എന്തോ ആവട്ടെ എങ്ങനെയോ ആവട്ടെ, ഈ സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു ഹൊറർ മിസ്റ്ററി ഫിലിം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടുമില്ല, ഇനി ഒരു പക്ഷേ ഇനി കിട്ടുമോയെന്നും അറിയില്ല. അതുകൊണ്ട് ഈ രീതിക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഫസ്റ്റേ തന്നെ ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ എൻ്റെ വീഡിയോ പോലും കേൾക്കണ്ട എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്താണ് ഈ സിനിമയെ പറ്റി പറയുന്നത് എന്ന് പോലും കേൾക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കയറി പോവുക. ഈ സിനിമ നിങ്ങൾ വെറുതെ ഒന്ന് കയറി കാണുക, കണ്ടിട്ട് പിന്നെ വേണമെങ്കിൽ ഒന്ന് കേട്ടോ എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഐ എം വെരി മച്ച് എക്സൈറ്റഡ്. ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.